അപ്പോൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇടുമോ എന്ന് ചോദിച്ച ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ അല്ലായിരുന്നു എൻ്റെ കരിയർ. പിന്നെ മാരേജ് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തതിന് ശേഷമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലേക്ക് മാറിയത്. എന്തുകൊണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഞാനും ഒരു ഡിസേബിൾഡ് ആയിട്ടാണ് ജനിച്ചത്. എൻ്റെ മമ്മിയും പപ്പായും എൻ്റെ ബ്രദറും എന്നെ നല്ല രീതിയിൽ പിന്നെ എന്നെ കണ്ടതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നീ നിലയിലിരിക്കുന്നു. പക്ഷേ എന്നെപ്പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ പലരും പിന്നെ ഒരു സ്ലേവറി ആയിട്ടും അല്ലെങ്കിൽ പിന്നെ ഒരു പാഴ്ജന്മം എന്നുള്ള രീതിയിലാണ് പലരും കാണുന്നത്. ഇപ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് കരുതുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കാണാറുണ്ട്. പക്ഷേ അതിൽ ഇപ്പം ഒരുപാട് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര എന്നാലും ഒരു ബുദ്ധിമുട്ടാണ് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അവർക്കുള്ളത് എന്ന് പറയുന്നത്. പക്ഷേ പല പേരൻസും ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു പേരൻസാണ് എനിക്കുള്ളത്. പിന്നെ എൻ്റെ ബ്രദറാണെങ്കിലും എന്നോട് നല്ല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഞാനൊരു ഡിസേബിൾഡ് ആണെന്നും പറഞ്ഞ് എന്നെ അങ്ങനെ തഴയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഒരു ഇൻഡിവിജ്വലായിട്ട് കാണാൻ അവർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സിനാണെങ്കിലും ഞാൻ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ആൾക്കാർക്ക് അതിന് കഴിയുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കാണാൻ കഴിയാത്ത കുറേ ആൾക്കാർ കാണും. പക്ഷേ അങ്ങനെ കാണാൻ കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു സങ്കടമോ അല്ലെങ്കിൽ സങ്കടം തോന്നും. പക്ഷെ എന്നാലും നമുക്ക് അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നണമെങ്കിൽ ഒരുപാട് പിന്നെ ഒരു 1% നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരു 90% ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണ്. അപ്പോൾ ആ ഒരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ അതിപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ കാണുന്ന വ്യക്തികളായിട്ടാണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എന്നെപ്പോലെയുള്ള കുട്ടികളെ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആരും ഇല്ലെങ്കിലും നമ്മളുണ്ട് എന്ന് ഒരു തോന്നൽ കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ നമുക്കൊരു ജോലിയാകുമ്പോൾ എപ്പോഴും നമുക്കങ്ങനെ വോളണ്ടറി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ. അപ്പോൾ പൈസ വേണം എന്ന് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോയിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരു സർവീസിന് ഇറങ്ങാനും എടുക്കാനും ഒന്നും സമയം കിട്ടാതെ വരും. പക്ഷേ അതുകൊണ്ട് ഇത് നല്ലൊരു ജോലിയാണ്. കാരണം എനിക്ക് അങ്ങനെയൊരു നല്ല രീതിയിൽ നല്ലൊരു നന്മ വരുന്ന ഒരു ഫീൽഡുമാണ്. പ്ലസ് എനിക്ക് ജോലിയും കിട്ടും, എനിക്ക് ജോലി ചെയ്ത് കാശും കിട്ടും. ഞാൻ ഇതുവരെയും കാശിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോൾ ഏത് കുട്ടിയെ കിട്ടിയാലും ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട് എടുത്താണ് ചെയ്യാറ് കേട്ടോ. ഞാൻ കാശിന് വേണ്ടി പോയി ജോലി ചെയ്ത സ്ഥലങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഇഷ്ടമല്ലാതെ കാശ് കിട്ടണം എന്നുള്ള രീതിയിൽ പോയി വർക്ക് ചെയ്ത സിറ്റുവേഷൻസും ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇതാണല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. പിന്നെ എൻ്റെ ശരിക്കും പാഷൻ മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അതിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിൽ. പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഈ ഫസ്റ്റ് വേൾഡ് കൺട്രിയിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ഡിഫറൻസാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ വന്ന ഒരു ചേഞ്ചാണത്. പിന്നെ ഞാൻ ആ ഫീൽഡിലേക്ക് മുന്നോട്ട് ഒരുപാട് പഠിച്ചാണ് ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാതെ തന്നെ എനിക്ക് അതിൽ ഇരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കേട്ടോ. അല്ലാതെ അങ്ങനെയൊരു ഇതല്ല. ഞാൻ സൈഡ് ഹസിലായിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ളതുപോലെ ക്രോഷ്യ ചെയ്യും, എനിക്കിഷ്ടമുള്ളതുപോലെ ഉടുപ്പുകളുണ്ടാക്കും. പ്ലസ് സ്പെഷ്യൽ വർക്ക് ഒരു കരിയർ എന്നുള്ള രീതിയിൽ ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അതും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ഇതുണ്ട്. ലൈക്ക് അങ്ങനെ പോയി എനിക്കങ്ങനെ ഒരു എന്താ പറയുക, ഒരു കാണുമ്പോൾ ഒരു അറപ്പോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാറൊന്നുമില്ല കേട്ടോ. അതും ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട്
ഒരുപാട് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആണെങ്കിലേ അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ സന്തോഷത്തോടെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ജോലി. ഞാൻ രാവിലെ എഴുന്നേറ്റു, പിന്നെ ഡിഷ് വാഷറിലെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. എനിക്ക് എല്ലാം ഇങ്ങനെ അകത്തിരിക്കണം. അതൊരു മൈൻഡ്ഫുൾ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന്. പലർക്കും പല രീതിയിലാണ്. എനിക്ക് എല്ലാം പിന്നെ അകത്തിരിക്കണം, എന്നാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് എല്ലാം എടുത്ത് അകത്ത് വയ്ക്കും. ഇപ്പോൾ ഇത് രാത്രിയിൽ നമ്മൾ കഴുകി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളുമാണ് നമ്മളത് ഞാനത് രാവിലെ എഴുന്നേറ്റ് എല്ലാം അകത്ത് വയ്ക്കും. ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ ഡിഷ് വാഷർ യൂസ് ചെയ്യുന്ന ദിവസമാണെങ്കിലും ഒക്കെ ദ സെയിം. ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം. പിന്നീട് നമ്മുടെ സമയം അനുസരിച്ചാണ് പല കാര്യങ്ങളും പിന്നെ ഇത് ചെയ്യുന്നത്. പിന്നെ രാവിലെ പിന്നെ മക്കളെ സ്കൂളിൽ വിടണം, അപ്പോൾ അതിനുള്ള ഫുഡ് ഉണ്ടാക്കണം. പിന്നെ എനിക്ക് ജോലിക്ക് പോകണം, അപ്പോൾ അതിന് ഫുഡ് കൊണ്ടുപോകണം. എനിക്കവിടെ ഫുഡൊന്നും ആരും തരത്തില്ല, അപ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. പിന്നെ എൻ്റെ വീട്ടിലാണേലും ഞാനും ഇതേപോലെ തന്നെയാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ എൻ്റെ പപ്പായും മമ്മിയും എഴുന്നേറ്റ് അവർ രാവിലെ രണ്ടുപേരും കൂടെ എഴുന്നേറ്റാണ് പിന്നെ അടുക്കളയിലെല്ലാം ചെയ്യുന്നതും. പിന്നെ എൻ്റെ മമ്മി 7 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്നതും ഒക്കെ എനിക്ക് ഈ സമയങ്ങളിലൊക്കെ അതൊക്കെയാണ് ഓർമ്മ വരിക. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫ് ആൻഡ് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് എന്നുള്ളൊരു കണ്ടീഷനായതുകൊണ്ട് വേറൊരു ഇതില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കംപ്ലൈൻറ്റ് പറയത്തില്ലല്ലോ. അതില്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാവിലെ ഇതെല്ലാം ചെയ്ത് പിന്നെ എനിക്ക് ഇച്ചിരി നേരത്തെ പോകണം. എനിക്ക് 7:30ക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സ്വന്തമായിട്ട് എനിക്ക് വണ്ടി ആയിട്ടില്ല. വണ്ടി ആവാൻ വേണ്ടിയിട്ടുള്ള പൈസ കൂട്ടണം. എല്ലാം ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പൈസയാണേലും പിന്നെ എല്ലാം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള ഒരിതാണ്. അപ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ഊബറിനാണ് പോകുന്നത്. അപ്പോൾ ഊബറൊക്കെ നേരത്തെ വിളിച്ചില്ലെങ്കിൽ ചിലപ്പം ചിലപ്പം ഊബറുകാരൻ ചിലപ്പോൾ നേരത്തെ വരത്തില്ല എന്ന് വരും, ചിലപ്പോൾ നേരത്തെ വന്നെന്നിരിക്കും. അതുകൊണ്ട് ഞാനൊരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് പോകാൻ നോക്കും. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ എനിക്ക് തന്നെയാണ് പാട്. തിരിച്ച് വരുമ്പോൾ ഇതെല്ലാം രാവിലെ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കുമല്ലോ. വൈകുന്നേരം ഈ ജോലിയൊക്കെ എത്ര ജോലിയില്ല എന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ച് ഒരു സ്ഥലത്തു നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണം എന്ന് വിചാരിക്കാത്ത ഒരു മനുഷ്യർ കാണും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എത്ര വീട്ടിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ച് വന്ന് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വെളിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു മനസ്സിൽ നിന്നൊരു മടുപ്പ് തോന്നാറില്ലേ. പിന്നെ ആ ജോലിയും ഇതും മാറാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്ന സമയം ഞാനിതെല്ലാം എടുത്ത് അകത്തോട്ട് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് എനിക്കൊരു കുറച്ച് നേരം റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും. പിന്നെ നമുക്ക് പതുക്കെ ബാക്കി ചെയ്താൽ മതിയല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് 100% ഒരു വീട് ക്ലീനാക്കി വെക്കാനോ എടുക്കാനോ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ എല്ലാവരും റോബോട്ടിനെ പോലെ ആയിപ്പോകത്തില്ലേ. പക്ഷേ ഞാൻ പിന്നെ ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങൾ നോക്കി ചെയ്യാറുണ്ടെന്ന് മാത്രം. അതായത് ഇങ്ങനെ എല്ലാം അകത്ത് അടുക്കിയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ പുറമേ അത് വൃത്തികേടായിട്ട് കിടക്കത്തില്ല എന്നുള്ള ഒരു ഇത്. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഫുഡും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകും. മക്കളുടെ ആണെങ്കിലും അതേപോലെ തന്നെ അതാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രിപ്പ് ചെയ്ത് നേരത്തെ വെച്ചിട്ടാണ് പോകുന്നത്. രാവിലെ എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടത്തില്ല. അപ്പം അതനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഏതാണ്ട് താഴെ പോയി. ഓക്കെ. പിന്നെ ഞാൻ പ്രോ അല്ല യൂട്യൂബ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അതും മോള് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് എടുക്കേ എന്ന് പറയുന്നത് കൊണ്ട് നമ്മളെ പുഷ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലല്ലേ നമുക്കും ഒരിതാണ്.
പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുറുക്ക് വഴികൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെയ്തിട്ടാണ് പിന്നെ എല്ലാ വർക്കിംഗ് അമ്മമാർ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മമാരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരു രാവിലെ എഴുന്നേറ്റ് എത്രയും കുക്ക് ചെയ്യുക അതൊക്കെ ഒരുപാട് പണ്ട് ആയിരുന്നു അങ്ങനെയൊക്കെ. അതെന്ന് പറഞ്ഞാൽ അന്നേരം ജീവിതശൈലിയും വേറൊരു രീതിയിലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം നമുക്ക് നേരത്തെ ജോലിക്ക് പോകണം അല്ലെങ്കിൽ നേരത്തെ പിന്നെ പല ഇതാണ് ഇഷ്യൂസാണ്. ഞാനൊക്കെ നേരത്തെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ചോറും പൊതിയൊക്കെ രാവിലെ ഉണ്ടാക്കി അത് പിന്നെ ഇലയിലൊക്കെ വെച്ച് പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ആണോ ഇപ്പോൾ? അല്ല. മക്കളും വേറൊരു ലെവലിലാണ് ലീവ് ചെയ്യുന്നത്. അവരുടെ രീതിയിലാണ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജനറേഷൻസ് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളും മാറും എന്നുള്ളതാണ്. അതനുസരിച്ച് മാറാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവർ സങ്കടപ്പെടും എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ രാവിലത്തെ ഇതിങ്ങനെയാണ്. വൈകുന്നേരം എന്ന് പറയുന്നതും ഏകദേശമൊക്കെ ഇതേപോലെയൊക്കെയാണ്. വൈകുന്നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ മിക്കവാറും ഞാൻ മറന്നു പോകും. കാരണം വൈകുന്നേരം കുറച്ചുകൂടെ ഇതാണ്. വന്നു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം റിലാക്സ് ചെയ്ത് പിന്നെ മക്കളെ വിളിച്ച് തിരിച്ച് വന്ന് അവരുടെ ഒരു ഇതായിട്ട് പോകും. അവരുടേതായിട്ടുള്ള എന്താ പറയുക, അവർ വന്നു അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എടുത്തു കുളിച്ചു അങ്ങനെ ഒരു ഡിന്നർ പെട്ടെന്നുണ്ടാക്കി ഡിന്നറും കഴിച്ച് നാളത്തേക്കുള്ള എല്ലാമൊക്കെ ചെയ്ത് അങ്ങനെ തീർന്നു. പിന്നെ മക്കളുടെ ഫുഡ് അത് ഡിഫറെൻറ്റ് എന്തെങ്കിലും അവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ മക്കൾക്ക് ഫുഡ് അവർ തന്നെ പറയും ഓരോ ആഴ്ച എന്താണ് നേരത്തെ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ അവർക്കും അറിയാം നമ്മൾ നേരത്തെ ജോലിക്ക് പോകുമെന്നും. പിന്നെ ഇപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന സമയത്താണെങ്കിൽ പോലും ഇവർക്ക് സ്കൂളിൽ കിട്ടുന്ന ഒരു 35 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ പിന്നെ പകുതി സമയം പിന്നെ വർത്തമാനം പറഞ്ഞും പിന്നെ ഇവർ ക്ലാസ്സിൽ നിന്ന് നടന്ന് കഫറ്റീരിയ വരെ പോയി ഇരുന്ന് കഴിച്ച് പിന്നെ ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി സമയം കാണത്തുള്ളൂ. ആ സമയം കൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലഞ്ച് ഐറ്റംസാണ് പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചോറും കറിയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് ഡിഫറെൻറ്റായിട്ട് കൊടുത്താലും അവിടെ ചെന്ന് ഈ പിള്ളേർ ഇതെല്ലാം കഴിക്കാനുള്ളൊരു സമയം വേണ്ടേ. ഇത് തുറക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പാക്ക് ചെയ്യുക. കോൾ സാൻഡ്വിച്ചോ ഗ്രിൽ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ മീറ്റ് ബോൾസോ ചിക്കൻ നഗറ്റ്സോ അങ്ങനെ വളരെ എളുപ്പത്തിൽ ഇവർക്ക് പെട്ടെന്ന്, അതായത് 30 മിനിറ്റിൻ്റെ അകത്ത് ഈ നടന്നു പോയി 5 മിനിറ്റിലായിരിക്കും ചിലപ്പോൾ കഴിച്ചിട്ട് വരിക. അതിലെത്ര നേരം പിന്നെ കളിക്കുന്നുണ്ടെന്ന് ഒക്കെ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ട് വരാൻ പാകത്തിനും സ്നാക്സുമായിട്ടാണ് പാക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും നന്നായിട്ട് ആഹാരം ഉണ്ടാക്കി നന്നായിട്ട് കഴിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. എന്നുള്ളൊരിതാണ് നമുക്കിപ്പോൾ പറ്റത്തുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ അതിപ്പോൾ ഏത് സ്കൂളിലായാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. കാരണം പിള്ളേർ നമുക്ക് പിന്നെ പിള്ളേർ തനിയെ ചിന്തിച്ചോ എനിക്ക് തിന്നണമെന്ന് പറഞ്ഞ് പോയി തിന്നുക അങ്ങനെ ഒരു ഇതില്ലല്ലോ. അവർക്ക് വിശന്ന് കഴിഞ്ഞാൽ ചിലപ്പം മുഴുവൻ കഴിച്ചിട്ട് വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മളും അതനുസരിച്ച് കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്കും ഒരു എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഓവർവെൽംഡായിട്ട് മാറിപ്പോകത്തില്ലേ. ഇഷ്ടംപോലെ തിന്നാനുണ്ട്, സമയവും ഇല്ല, റഷിങ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വേഗം കഴിക്കുക, സ്കൂളിൽ ഇപ്പോൾ ബെല്ലടിക്കും എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ നമ്മുടെ വീട്ടിനകത്തുള്ള ഒരു എന്താ പറയുക ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലല്ലോ പിള്ളേർക്ക് പുറത്തെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ആ സേഫ് സ്പേസ് ഇല്ല. അതുകൊണ്ട് അവരെ ലിസൺ ചെയ്യും. അങ്ങനെയൊരു ഇതായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക ആ ഒരു മെൻറ്റാലിറ്റിയിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ ശ്രമിക്കും. പിന്നെ എന്താ ഒരു കോൾഡ് സാൻഡ്വിച്ചും മീറ്റ് ബോൾസും ഒക്കെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അഡൾട്ട്സിന്
ആണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചത് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ അവിടെ മൈക്രോവേവ് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് മൈക്രോവേവ് ഉണ്ട്. അപ്പം നമുക്ക് ചൂടാക്കി കഴിക്കാൻ പറ്റും. എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെ തന്നെയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എല്ലാവരും അങ്ങനെയാണ്. അവർ പാക്ക് ചെയ്ത് കൊണ്ടുവരും, നമ്മൾ കൂളർ ബാഗിനകത്തിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവിടെ വന്ന് ഫ്രിഡ്ജും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമ്മൾ മൈക്രോവേവിൽ ചൂടാക്കി എടുക്കാം. നമ്മുടെ നാട്ടിൽ ഞാനായിരുന്ന സമയത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം അങ്ങനെ ഉണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഒരു സൗകര്യമാണെങ്കിൽ പിന്നെ എല്ലാവർക്കും നല്ലതായിരിക്കും. കാരണം നേരത്തെയൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ഈ ഫുഡൊക്കെ കൊണ്ടുപോയി എവിടെയും വെക്കാനുള്ളൊരു സ്ഥലമില്ലാത്തത് ഭയങ്കര ഒരു ഇതാണ്. വർക്ക് പ്ലേസുകളിൽ ഇതേപോലെ ഫ്രിഡ്ജും മൈക്രോവേവും ഒക്കെ ഉള്ളത് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഒരു 30 മിനിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഫുഡ് ചീത്തയായി പോകത്തില്ലല്ലോ. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ അത് ചീത്തയായി പോകത്തില്ല. നമുക്ക് ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും ചൂടാക്കി കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇത്. പിന്നെ മാറി ഞാൻ മീൻവളം കൊണ്ട് ഡാൻസ് കളിക്കുന്നതാണോ നിങ്ങളെ നോക്കുന്നത്? എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എത്ര എണ്ണം വെക്കണം എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനിലാണ്. ചിലപ്പോൾ 4 എണ്ണം കഴിച്ചിട്ട് വരും, ചിലപ്പോൾ 3 എണ്ണം കഴിച്ചിട്ട് വരും. അങ്ങനെ രണ്ടു പേർക്കും രണ്ട് രീതിയിലാണ്. ഒരാൾക്ക് ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം, ഒരാൾക്ക് കോൾഡായിട്ട് കഴിക്കുന്നതും കുഴപ്പമില്ല, ചൂടായിട്ട് കഴിക്കുന്നതും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നില്ല അവർക്ക് മൈക്രോവേവ് ഉണ്ടെന്ന്. പക്ഷേ അവർക്ക് കഫറ്റീരിയ ഉണ്ട്. ഇഫ് ദേ വാണ്ട് ഹോട്ട് ഫുഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാക്ഡായിട്ട് ഫുഡ് കൊണ്ടുപോകുന്ന പിള്ളേരുമുണ്ട്. അപ്പം എനിക്കൊന്ന് ഫ്രണ്ട്സൊക്കെ പാക്ഡായിട്ട് ഫുഡ് കൊണ്ടുവരുവാണെങ്കിൽ മക്കളും പാക്ഡായിട്ട് തന്നെ ഫുഡ് കൊണ്ടുവരും. കാരണം അവർ വേറൊരു സെപ്പറേറ്റ് സീറ്റിലാണ് ഇരിക്കുന്നത് എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സൗകര്യത്തിന് അവർ പാക്ഡ് ഫുഡ് കൊണ്ടുപോകുന്നത്. പിന്നെ അപ്പോൾ ഇന്ന് കോൾഡ് സാൻഡ്വിച്ചും ഹാം ചീസുമാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പല ദിവസം പലതാണ് കൊണ്ടുപോവുക. ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും സമയം പെട്ടെന്ന് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ മിക്കവാറും ഈ ചെയ്യുന്നതെല്ലാം പെട്ടെന്ന് ചെയ്ത് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം ഓടാൻ എന്ന് വിചാരിച്ചാണ് ഈ രാവിലെ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ വീഡിയോ പിടിക്കണമെന്നോ പിന്നെ എടുക്കണമെന്നോ ഒന്നും ഉള്ള ഒരു രീതിയിലല്ല നമ്മൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതെല്ലാം ചെയ്ത് വണ്ടി പിടിച്ച് നേരത്തെ ജോലി എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ വീട്ടിലെ വിശേഷങ്ങൾ എടുത്തിടാനുള്ള ഒരു സാഹചര്യം. പിന്നെ അങ്ങനെ അത്രയും ടെൻഷൻ്റെ ഇടയിൽ വീഡിയോ ഇടുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അവർക്ക് ഹാറ്റ്സ് ഓഫ് ടു ദം. ലൈക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരം തന്നെ. കാരണം അത്രയും ഇതായിട്ട് എടുത്ത് ജോലിക്ക് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത്ര ഒരു ഇത് എനിക്കില്ല. കാരണം ഒന്നാമത്തെ കാര്യം, വീഡിയോ പിടിച്ചിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും പകുതി കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും ക്യാമറയിലൂടെ വീഡിയോ എടുക്കുന്നതിൽ നല്ലൊരു ഇതായിട്ട് എനിക്ക് വന്നിട്ടില്ല. വീഡിയോ എടുക്കാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചില വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ വാലും കാണത്തില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരാറുണ്ട്. 24 hours വീഡിയോ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അന്നേരം പകുതി സ്ഥലങ്ങളിലും ഞാൻ കാണത്തില്ല ഇതേപോലെ. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഞാനും ഇതേപോലെ ചെയ്ത് അങ്ങനെ നമുക്കൊരു ഐഡിയാസ് വരുമല്ലോ. പിന്നെ അതുമല്ല, എനിക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ഇടണം എന്നുള്ള ഒരിതില്ല. നമുക്കൊരു ഇത് വേണമല്ലോ, എന്താണ് നമുക്ക് ഇടണം അല്ലെങ്കിൽ എന്താണ് നമുക്ക് നിങ്ങളെ കാണിക്കണം എന്നുള്ള ഒരു ഐഡിയ വേണമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ
ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് കാണിക്കുക, എൻ്റെ മോൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുക, അങ്ങനത്തെ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഇത്. പിന്നെ ഇപ്പം 2-3 പേര് കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ. ദിസ് ഈസ് ഓൺ എവ്രി സിംഗിൾ ഡേ. ഇതാണ് എൻ്റെ എവ്രി സിംഗിൾ ഡേ. ഇത് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ലാതെ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇത് ഇടുക എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ആയിട്ടുള്ള സംഭവമല്ലേ. പിന്നെ എല്ലാ ദിവസവും പിന്നെ ഒരേ ഒരു ഇതേ മാറ്റം കാണത്തുള്ളൂ. ലൈക്ക് ഈ ലഞ്ചിൻ്റെ വിഭവങ്ങളായിരിക്കും മാറ്റങ്ങൾ കാണുക, അല്ലാതെ സെയിം തിങ്സാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയി ഇതേപോലെ എല്ലാം അടുക്കി എടുത്തു വെച്ചു. പിന്നത്തെ ഒരു സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസാണ് ക്ലീനിങ് ദ ബാത്റൂം ഓർ ടേക്കിംഗ് ഔട്ട് ദ ബെഡ്ഷീറ്റ്സ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഇടയ്ക്ക് ഓരോ ദിവസവും ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസവും ഓരോന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇതേ സെയിം തിങ്സാണ് ഞാൻ ഓവർ ആൻഡ് ഓവർ സെയിം തിങ്സ് തന്നെയാണ് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ രാത്രി ഒരു വീഡിയോ കൂടെ വേണം ഞാനിടാം. അത് തന്നെ, അല്ലാതെ ഇത് തന്നെ കണ്ടിന്യൂസ് ഇടാനായിട്ട് എനിക്ക് പ്ലാനില്ല. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ദാറ്റ് വൺ പേഴ്സൺ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഇടുന്നത്. പിന്നെ ചില കമൻസൊക്കെ വരുന്നില്ലല്ലോ ഞങ്ങൾ കമൻസ്, അത് ഞാൻ കമൻസ് ചിലതൊക്കെ ഹോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ കമൻസും ഒന്നും ഇടാറില്ല. ബട്ട് നല്ല കമൻസുകൾ മാത്രമേ ഇടാറുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ എല്ലാ കമൻസും ഞാൻ റീഡ് ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് 100% ഞാൻ ഇത് ചെയ്യാം. പക്ഷെ ചിലതൊന്നും വരാത്തത് ഇതുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കമൻസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഡയറക്റ്റ്ലി വന്ന് വീഴത്തില്ല. ചിലതിന് മാത്രമേ അങ്ങനെ ഇത് ചെയ്ത് വരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെന്താ, ആൻഡ് താങ്ക്സ് ഫോർ ദ സബ്സ്ക്രിപ്ഷൻസ്. പിന്നെ വലിയ ഒരു കണ്ടൻറ് ക്രിയേറ്ററോ അങ്ങനെയൊന്നും അല്ലെങ്കിലും എൻ്റെ ഇത്രയും സബ്സ്ക്രിപ്ഷൻ ആയതിൻ്റെ പിന്നിൽ ഒരു വലിയ താങ്ക്സ്. ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചാണ്, ഒരുപാട് പേരുടെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞാണ് ഇത്രയെങ്കിലും ഈ വീഡിയോ ആയത്. എനിക്ക് ഞാനുണ്ടാക്കുന്ന ഉടുപ്പുകളുടെയൊക്കെ വീഡിയോ നല്ല രീതിയിൽ ഇടണം എന്നുണ്ട്. അപ്പോൾ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു ഡു ദാറ്റ്. അതായിരിക്കും കൂടുതലും ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വളരെ വളരെ നന്ദി. പിന്നെ പ്രയർ വീഡിയോസും കൂട്ടത്തിലിടാം. എന്നോട് ഞങ്ങൾ കുട്ടികളുടെ പ്രയർ വീഡിയോസ് പോലെ ഇട്ടായിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. പ്രയർ വീഡിയോ ഇടൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രയർ വീഡിയോസും ഇടാനായിട്ട് നോക്കാം. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കുമല്ലോ നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇതൊന്നും ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളല്ല. പക്ഷേ എനിക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു ഇതില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം വീഡിയോസ് പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസോ അല്ലെങ്കിൽ പ്രയർ വീഡിയോസൊക്കെ ആയിരിക്കും ഇടാനായിട്ട് പോവാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക. പിന്നെ പ്രയർ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് എന്താണ് പ്രയർ, അത് എൻ്റെ കുഞ്ഞിലെ മുതലേ ഞാൻ എൻ്റെ അപ്പനും അമ്മയും നന്നായിട്ട് പ്രയർ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പോൾ അത്രയൊന്നും ദൈവത്തോട് അടുത്തിരുന്നൊരു അങ്ങനെ ഒരു വ്യക്തിയല്ല. ഡിഗ്രിക്ക് ആണ് എൻ്റെ ശരിക്കുമുള്ള ഒരു ജീവിതത്തിൽ ഞാൻ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് തുടങ്ങിയത്. അന്നേരമാണ്. നിങ്ങൾക്ക് ഇറ്റ് സീംസ് ലൈക്ക് എ സ്മോൾ തിങ്.
എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഫിസിക്കലി ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആ സമയത്തൊന്നും ഞാൻ ദൈവത്തിന് അങ്ങനെ വിളിച്ചു കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ വിളിച്ച ഒരു സമയമെന്ന് പറയുന്നത്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പോയ സമയത്ത് എൻ്റെ ഒരു സബ്ജക്റ്റ് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അത് വളരെ ചെറിയ ചുരുക്കത്തിൽ പറയാം, 0 മാർക്കിലാണ് എൻ്റെ ചെയ്തത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ചും പോയി എടുത്ത ഒരു കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ, പിന്നെ അത് ലോണിലാണ് എടുത്തത്. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമത്തിൽ വന്ന് ഇരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എനിക്കൊരു തവണയും കൂടെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റും. അങ്ങനത്തെ അതായത് സെക്കൻഡ് തോറ്റു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ എഴുതാമല്ലോ. അങ്ങനെ ഒരു അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയ സമയത്ത് എൻ്റെ അടുത്ത് ഒരു ഗോൾഡൻ കളർ ഒരു കുട്ടി, ഒരു കുഞ്ഞു കുട്ടി, 2 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടി. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞ് വരിക എന്ന് പറയുന്നത്, അതായത് ഞാൻ ഹൈദരാബാദിലാണ് പഠിച്ചത്. അപ്പോൾ ആ കുഞ്ഞ് ഗോൾഡൻ കളർ മുടിയുള്ളൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ വളരെ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഷോപ്പിങ്ങിന് പോയതാണെങ്കിലും, വിൻഡോ ഷോപ്പിങ്ങിനാണ് പോയതാണെങ്കിലും ഞാൻ ആ കസേര കയറി ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്കൊരു മൂഡില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. എൻ്റെ മനസ്സ് നിറയെ ഞാൻ എങ്ങനെ ഈ എക്സാം എഴുതി പാസ്സാവും എന്നുള്ളതായിരുന്നു. അത് വിശ്വാസമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കുട്ടി വന്നു, പിന്നെ എന്നെ ചിരിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ ആ കുഞ്ഞിനെ നോക്കി. പക്ഷെ ആ കുഞ്ഞ് ചിരിച്ചു എന്നുള്ളത്, ആ കൊച്ചിൻ്റെ ഉടുപ്പൊക്കെ നമ്മുടെ നാടൻ ഒരു പാൻറ്റും ഒരു ഷോർട്ട്സും ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുടി നല്ല ഗോൾഡൻ മുടി, ഇങ്ങനെ ചുരുണ്ട ഗോൾഡൻ മുടി. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് വന്നു എന്നുള്ള രീതിയിൽ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും മാതാവിനെ പോലെ ഒരു അമ്മ, വെള്ളയും നീലയായിട്ട് ഒരു സാരി ഉടുത്ത ഒരമ്മ. പക്ഷെ അന്ന് അത് മാതാവാണെന്നോ ഉണ്ണിയേശുവാണെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. അതൊരു 2 ആൾക്കാർ, മാതാവും ഒരമ്മയും ഒരു കുഞ്ഞും. പക്ഷെ ഇതാണ് സത്യത്തിൽ കളറും. പക്ഷെ അന്ന് അവരെ കണ്ട് എനിക്ക് എന്നെ വെച്ചിട്ട് മാതാവിനെയും ഉണ്ണിയേശുവും പോലെ ഇരിക്കുന്നല്ലോ എന്ന് മാത്രമുള്ളൊരു ഐഡിയ ആയിരുന്നു. അത് കഴിഞ്ഞ് അവരെനിക്ക് ഒരു പേപ്പർ തന്നു. അതിൽ ജീസസ് ഒരു ഫ്ലയർ ഒക്കെ, അത് JW അങ്ങനെ എന്തോ ആണ്. അവർക്ക് മാതാവില്ല എന്നുള്ളതാണ് ഇത് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതായത് തന്നു, ജീസസിൽ വിശ്വസിക്കുക, ജീസസിനോട് പ്രാർത്ഥിച്ച എല്ലാം, അങ്ങനെയാണ് ആ ഫ്ലയറിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വിളിച്ച് ഇതേപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ മമ്മിയും പറഞ്ഞു, പരീക്ഷയല്ലേ, പഠിച്ചുകൊണ്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം, ഒരു റോസറിയൊക്കെ പഠിച്ചുകൊണ്ട് മോനിരുന്ന് എഴുതാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു വെള്ളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയുണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര അവർ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഉണ്ണിയേശുവും മാതാവിനെയും പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയും മോനും എൻ്റെ അടുത്ത് വന്നു, അവരിങ്ങനെ ഒരു പേപ്പർ തന്നു എന്ന് പറഞ്ഞു. അന്നേരം മമ്മി പറഞ്ഞു, എങ്ങനെ അറിയാം, ചിലപ്പോൾ അത് മാതാവും ഉണ്ണിയേശുവും തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടാണ് വന്ന് പറഞ്ഞു, ഫ്ലയർ കിട്ടിയ ഇത് അവർ തന്നതാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവരാണ് പറഞ്ഞത്, ഇവർക്ക് മാതാവും ഉണ്ണിയേശുവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ്. അന്ന് എനിക്ക് സ്വയമേ തോന്നി, മേ ബി ഈ മാതാവും ഉണ്ണിയേശുവും ആണെങ്കിലോ. കാരണം അത്രയും സങ്കടപ്പെട്ടാണ് ഞാൻ ആ ഷോപ്പിംഗ് സെൻറ്ററിൽ ഇരുന്നത്. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചു, ചിലപ്പോൾ ഇനി അത് മാതാവും ഉണ്ണിയേശുവും ആയിരിക്കും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പഠിക്കാം. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് എനിക്ക് ദൈവത്തോട് വിശ്വാസം തോന്നിയത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങ് കവിഞ്ഞ ദൈവം. പക്ഷേ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ എനിക്ക് ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് മാറാൻ കാരണമായത് അതായത് നമ്മുടെ ജീവിതത്തിലെ ഇൻസിഡൻസാണ് നമ്മുടെ വിശ്വാസങ്ങൾ ഉറപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് ആ വിശ്വാസം പകർന്നു തന്നത് എൻ്റെ പേരൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രേ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് എൻ്റെ കുട്ടികളിലേക്കും എനിക്കറിയാവുന്ന എല്ലാവരിലേക്കും പകരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതാണ് മെയിൻ റീസൺ. എനിക്കിപ്പോഴും ഉറപ്പില്ല അത് മാതാവും ഉണ്ണിയേശുവും ആണോ എന്ന്. പക്ഷേ അങ്ങനെയൊരു ഇൻസിഡൻറ്റിലൂടെ എൻ്റെ വിശ്വാസം കുറച്ചുകൂടെ ഉറച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയതായിരിക്കാം, നമുക്ക് അവർ തന്ന ഫ്ലയറിൻ്റെ ആ ഒരു വേർഡ്സ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും അവരോട് നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും.
അവർക്ക് ഹോപ്പ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു പാഠമാക്കി എടുക്കുകയാണ് അവിടെ ചെയ്തത്. എൻ്റെ വർക്ക് ചെയ്യുന്നവരാണേലും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുവാണെങ്കിൽ തന്നെ അവരോട് എനിക്ക് ഇതേപോലെ ഒരു ഹോപ്പ് കൊടുക്കാനായിട്ട് ഞാൻ വളരെയധികം ശ്രമിക്കാറുണ്ട്. കാരണം ആ ഒരു ചെറിയ ഹോപ്പിൽ നിന്നാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ച് വന്നത്. എന്ന് വെച്ചാൽ അത്രയും സങ്കടപ്പെട്ട് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഉയർത്ത് വരാൻ അത് ഇന്നും എനിക്ക് എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ സങ്കടപ്പെട്ട് അയ്യോ ഇനി ഇല്ല എന്ന് വിചാരിച്ച പല നേരങ്ങളിലും എനിക്കത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പറയുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ വരാതിരിക്കത്തില്ല. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുക തന്നെ പറ്റൂ. അല്ലാതെ നമുക്ക് വിഷമം വരും, നമുക്കത് ആ വിഷമം അന്നേരത്തേക്ക് ആ വിഷമത്തിൻ്റെ ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലാത്ത അവസ്ഥകൾ വരും. പക്ഷേ നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. മുന്നോട്ട് നല്ല 100% ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ദൈവം ബാക്കി നോക്കിക്കോളും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് പ്രശ്നം വന്നാലും മുന്നോട്ട് പോകാൻ ആരുമല്ല നമ്മുടെ പ്രയോറിറ്റി. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് കൂടുതൽ സ്നേഹിക്കുന്നത് വേറൊരാളെ ആയി പോകുന്നു. ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഇത്രയും ഇതായിട്ടും ഞാനിപ്പം പറയുന്നെങ്കിലും ഞാനും ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോകാൻ കേട്ടോ. ആ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിന് പകരം വേറൊരാളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ആ സ്നേഹത്തിൽ തന്നെ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും ദൈവത്തിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ വരും. പക്ഷെ അന്നേരം നമുക്ക് അത് ഭയങ്കര വേദനയായിട്ട് തോന്നും. അതുകൊണ്ട് ദൈവത്തിന് മുന്നേ ഒരു ദൈവമാണ്, ദൈവം കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ എന്ന് വിചാരിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതും മനസ്സിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസവും നല്ല ലൈഫും ഒക്കെ ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇത് വേണ്ട 6 നിങ്ങൾക്ക് സമയം കാണാമോന്ന് അറിയത്തില്ല. 6:08 ഇനിയിപ്പോൾ ഓടിച്ചാടി ഞാൻ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഊബറിന് വണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അന്നേരം വണ്ടി വരുന്ന തിരക്കിന് മുന്നേ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കി, മിക്കവാറും പിള്ളേർ സീരിയലൊക്കെ ആയിരിക്കും കഴിക്കുക. ചില ദിവസം പറയും ഇതേപോലെ എന്തെങ്കിലും വേണമെന്ന്. അന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. അല്ലെങ്കിൽ കുട്ടികൾ സീരിയലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ രാവിലെ അവർക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുക കേട്ടോ. വല്ലപ്പോഴുമാണ് ഇതേപോലെ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണ് രാവിലെ എന്തെങ്കിലും ഹോട്ടായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ പറയുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാം എന്ന് ഞാൻ പറയത്തില്ല. ഉണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതിപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചാലും അത് തണുത്ത് പോകും. പിന്നെ പോകുമ്പോൾ ഇത് കഴിക്കാനുള്ള പാകത്തിനാണ് അതുണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പിള്ളേർക്ക് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോയാൽ മതി. അന്നേരം അത്രയും സമയം ഇത് അവളിലിരുന്ന് തണുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഫുഡൊക്കെ അത്ര നമ്മുടെ അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ഒരിതല്ല. പിന്നെ അവർക്കതൊന്നും കഴിക്കാനുള്ള അവർക്കത് എല്ലാ ദിവസവും കഴിക്കണ്ട എന്നുള്ളൊരിതാണ്. അപ്പോൾ ശരി, എനിക്ക് പോകാൻ സമയമായി. ഞാനിപ്പോൾ പോയട്ടെ. എല്ലാവർക്കും നല്ല ഒരു ജീവിതം ആശംസിക്കുന്നു. ബൈ ബൈ.